ഞാനിന്ന് കാലത്തോട്ട് ജാസ്മിൻ്റെയും അച്ഛൻ്റെയും കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോസിലും ഞാൻ പറഞ്ഞു പുള്ളി വന്നിട്ട് ഇങ്ങനെ ആയിരിക്കണം ഫാദർ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മാല ഊരിയെടുത്തു, ഫോട്ടോ ഊരിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. ഓക്കെ, ഇത് തികച്ചും ഇതിനകത്ത് ആരും കയറി പൊങ്കാലിടാൻ വരണ്ട, വന്നാൽ തന്നെ ഇട്ടോ, വിഷയമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൊങ്കാല കൊണ്ട് നമുക്ക് ഗുണമേ ഉള്ളൂ. ഇത് തികച്ചും ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ അമ്മയുടെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് പറയുന്നത്. ഇത് ശരി വെക്കുന്നുണ്ടെങ്കിൽ ശരി വെക്കുന്നു എന്ന് കമൻ്റ് ഇടാം, അല്ല അതിൻ്റെ നിങ്ങളുടെ പെർസെപ്ഷൻസ് ഡിഫറെൻറ്റ് സ്റ്റൈൽ പെർസെപ്ഷൻസ് ഉണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ കമൻ്റ് ഇടുക. ഞാനിങ്ങനെ സംസാരിച്ചു. അമ്മ ചോദിച്ചു ഇങ്ങനെ ജാസ്മിൻ്റെ അമ്മ വല്ലപ്പോഴൊക്കെ കാണാറുള്ളൂ. ഈ 9:30 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മടിയും. ലാലേട്ടൻ പറഞ്ഞ എപ്പിസോഡ് ചിലപ്പോൾ ഫുള്ള് കാണും. എന്നാലും ഏറെക്കുറെ അമ്മയ്ക്ക് അതിനകത്ത് ആൾക്കാരെയൊക്കെ അറിയാം, ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ജാസ്മിൻ്റെ ഫാദർ വന്നു, ലൈക്ക് ഫോട്ടോ എടുത്തു മാറ്റി, മാല എടുത്തു മാറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് എടുത്ത ഇതിൽ പറഞ്ഞത് പുള്ളി ചെയ്തത് തെറ്റാണെന്നാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളതിനെ കാണുന്ന രീതിയേക്കാൾ ഒരു പടി മടങ്ങിയാണ് അമ്മ കണ്ടത്. എനിക്കും ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞത് ഓൾറെഡി ഈ കുട്ടിയുടെ പേരിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇത്രയും സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. വാപ്പ വീട്ടിൽ അങ്ങോട്ട് വിളിച്ച കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബ്ലോക്കിനെ പറ്റി സംസാരിക്കുകയും നല്ല രീതിയിൽ തേഞ്ഞൊട്ടിയിരിക്കുകയാണ് ഈ കുട്ടി. അപ്പോൾ എന്തായാലും 75 ഡേയ്സ് ആവാറായി. അപ്പോൾ ഈ മാല എടുത്ത് മാറ്റലും ഫോട്ടോ കീറലൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പബ്ലിക്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്ത് എല്ലാവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? വന്നു, കണ്ടു, സംസാരിച്ചു, നല്ല രീതിയിൽ കളിക്കുക, ഇൻഡയറക്റ്റ്ലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പോയിട്ട് ഗെയിം കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം, എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം അവരുടെ കാര്യങ്ങൾ സംസാരിച്ച് ആ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്ത് ഈ വക പരിപാടികൾ പറ്റില്ല, അത് നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുക്കാതെ ഇത്രയും ലോകമെമ്പാടും കാണുന്ന ഈ ഷോയിൽ വന്നിട്ട് എഗെയിൻ സ്വന്തം പാരൻസ് വന്ന് ഫോട്ടോ എടുത്ത് മാറ്റി. അത് തന്നെയാണല്ലോ നമ്മളെല്ലാവരും ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരുകളുടെ മെയിൻ ടോപ്പ് ഫയറിങ് കണ്ടന്റ് ഇതാണ്. ജാസ്മിൻ്റെ ഫാദർ ഫോട്ടോ എടുത്ത് മാറ്റി, മാല എടുത്ത് മാറ്റി, യുനോ അഫ്സലിൻ്റെ ഇത് ഓക്കെ, വിഷയമില്ല. പക്ഷെ ആ മാല എടുത്ത് മാറ്റിയതുമൊക്കെ TRP റേറ്റും കൂടി എത്ര സീസണിൽ ഇതിലായാലും നമ്മൾ ഒരു പക്ഷേ ജാസ്മിൻ ഓർക്കുമ്പോൾ ആ വാപ്പ അഫ്സൽ ഗബ്രി ഫോട്ടോ എടുത്ത് മാറ്റിയത്, മാല എടുത്ത് മാറ്റിയതൊക്കെ ഒരു വലിയ കണ്ടന്റ് തന്നെയാണ്. അപ്പോൾ അമ്മയുടെ അഭിപ്രായം അമ്മ പറഞ്ഞത് ഇപ്പോൾ വന്നിട്ട് ഒന്നും അറിയാത്ത മാതിരി സംസാരിച്ച്, അല്ലെങ്കിൽ മറ്റ് ഇത് ഇപ്പോൾ ശ്രീധുവിൻ്റെ കാര്യവും പറയണ്ടായിരുന്നു. ഗെയിം കളിക്കട്ടെ, അവർ ഗെയിം കളിക്കുമ്പോൾ ഗെയിം കളിക്കട്ടെ, അവരെ ഒരു രീതിയിലും ഇൻട്രപ്റ്റ് ചെയ്യാതെ ഗെയിം കളിക്കട്ടെ. അത് കഴിഞ്ഞ് തിരിച്ച് വീടെത്തിയതിന് ശേഷം എല്ലാം കഴിഞ്ഞ് നോക്കിയതിന് ശേഷം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിക്കൂടായിരുന്നോ? എന്തിനാണ് എല്ലാവരെ കൊണ്ട് എഗെയിൻ ഇനി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് മാല ഊരിയെടുക്കുകയും ഫോട്ടോ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്തേ, പബ്ലിക്കിൽ അങ്ങനെ ചെയ്തേ? എന്തിനാ അങ്ങനെ ചെയ്യാമോ? അത് അമ്മ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പബ്ലിക്കായിട്ട് നമ്മളുടെ കുട്ടി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റാൾക്കാരുടെ മുന്നിൽ വെച്ച് ചീത്ത പറയുക, അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ മുന്നിലുള്ള ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ആ കുട്ടിക്ക് ഒരു ഇൻസൾട്ടിങ് ആയിട്ട് തോന്നും. ഇപ്പോൾ പലരും ഉണ്ടാവും, കണ്ടില്ലേ, സ്വന്തം അച്ഛനും അമ്മയും തന്നെ ഫോട്ടോ എടുത്ത് മാറ്റി, മാല എടുത്ത് മാറ്റി, അപ്പോൾ ഇതാണെന്നൊക്കെ പറയാനൊക്കെ ആൾക്കാരുണ്ടാവില്ലേ? അപ്പോൾ എന്തുകൊണ്ട് അത് ഇപ്പോൾ ഇത്രയായി, ഇവിടം വരെ ആയി, 75 ഡേയ്സ് ആയി. അപ്പോൾ ഇത്ര ആയ സ്ഥിതിക്ക് കണ്ടിന്യൂ ചെയ്തങ്ങ് പോയിട്ട് വീട്ടിലെത്തിയതിന് ശേഷം അവരുടെ ആ ഒരു സ്പേസിലിരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്ത് തിരുത്തിക്കൊണ്ട് പോയാൽ മതിയായിരുന്നില്ലേ എന്നൊരു അഭിപ്രായം എൻ്റെ അമ്മ ചോദിച്ചു. എനിക്കും ആലോചിച്ചപ്പോൾ തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടോപ്പ് കണ്ടന്റായിട്ട് ഇപ്പോൾ ഞാനടക്കം ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാനും കുറച്ച് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു ഇങ്ങനെ ആയിരിക്കണം ഫാദർ, അത് അച്ഛൻ തിരുത്താൻ നോക്കി. അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് പറയാനുണ്ടാവും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ തിരുത്തണ്ടേ, എല്ലാം കഴിഞ്ഞ് വെടിക്കെട്ടും പുകയും കഴിഞ്ഞിട്ടാണോ തിരുത്തണ്ടേ എന്നൊക്കെ ചോദിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ തെറ്റുകൾക്ക് തലങ്ങളുണ്ട്, സിറ്റുവേഷൻസ് ഉണ്ട്, ഓരോരോ സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചില തെറ്റുകൾ നമ്മൾ സ്പോട്ടിൽ തന്നെ തിരുത്തണം. പക്ഷെ തിരുത്തുന്നതിനും ഒരു രീതി ഉണ്ട്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ അടി കൊടുത്തിട്ട്, നാട്ടുകാരുടെ മുന്നിലാണെങ്കിൽ ഒറ്റ അടി കൊടുത്തിട്ടല്ല നമ്മൾ തിരുത്തുക, പിടിച്ച് മാറ്റിയിട്ട് വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് വശങ്ങളുണ്ട് ഇതിനകത്ത്. ഒരു വശം ഞാൻ ഈ പറഞ്ഞ മാതിരി ചെയ്തത് നന്നായി, തെറ്റ് തിരുത്ത് തന്നെ ചെയ്തു, എല്ലാവരും മുന്നിൽ വെച്ച് തെറ്റ് തിരുത്തി, അത് നല്ലത്. ഇപ്പം ഈ പറഞ്ഞ പോലെ അമ്മയുടെ പോലത്തെ ചിന്താഗതികൾ ഉള്ളവരുണ്ടാവുമായിരിക്കും ഒരു പക്ഷേ. എല്ലാവരും മുന്നിൽ വെച്ച് എന്തിനാ ഇങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്ത്, എന്തായാലും ഇത്ര ആയില്ലേ, ഇത് കഴിഞ്ഞ് വീടെത്തിയതിന് ശേഷം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയില്ലേ എന്ന് ചോദിച്ച കാറ്റഗറിയിൽ ആൾക്കാരുണ്ടാവുമായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജാസ്മിനെ പോലെ തന്നെ ജാസ്മിൻ്റെ അച്ഛനും അമ്മയും നല്ല ഡ്രാമയാണ്, നല്ല ഷോ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ കമൻസ് ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ ഒരു അമ്മയുടെ അഭിപ്രായം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് എനിക്കും തോന്നി, ഓക്കെ പറയിപ്പിച്ചോ അല്ലെങ്കിൽ അത് ലൈക്ക് വേണമായിരുന്നോ എന്നുള്ളൊരു ഡബിൾ തോട്ട് എനിക്ക് വന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.